ഇന്നലെയാണ് മന്ത്രി വീണ ജോർജിന് നേരെ കണ്ണൂരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് KSU പ്രവർത്തകർ പ്രതിഷേധിച്ചത്. തുടർന്ന് മന്ത്രിക്ക് പരിക്കേൽക്കുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട 5 KSU പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇവർ റിമാൻഡിൽ കഴിയുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത പശ്ചാത്തലം കൂടിയുണ്ട്. അത്തരം വകുപ്പുകൾ ഇവർക്ക് നേരെ ചുമത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ വാഹനത്തിന്റെ ഫ്ലാഗ് പോസ്റ്റ് നശിപ്പിച്ചതിൽ 6 യൂത്ത് ലീഗ് പ്രവർത്തകരും റിമാൻഡിലാണ്. സംസ്ഥാനത്ത് പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട സംഘർഷമുണ്ടായി. വ്യാപകമായി VD സതീശന്റെ നവയുഗ യാത്രയുടെ പോസ്റ്ററുകൾ നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസ് പൂർണ്ണമായും KSUവിനെ പ്രവർത്തകരെ പിന്തുണച്ചിട്ടാണ് രംഗത്ത് വന്നത്. K സുധാകരൻ ഒപ്പം KPCC അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവ് ഒപ്പം അത്തരം ആക്രമണം ഉണ്ടായിട്ടില്ല എന്ന് തുടർച്ചയായി പറയുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇത് വെറും നാടകമാണ് എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും വിശേഷിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. ദൃശ്യങ്ങളിലും നമുക്ക് അക്രമം ഉണ്ടായോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവിടണം എന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നിരിക്കുന്നത്. കോടിയേരിയിൽ കോൺഗ്രസ് ഓഫീസിന് തീയിട്ടു. അതേസമയം മന്ത്രിക്ക് ഇന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ വിദഗ്ധ പരിശോധന നടത്തുന്ന പശ്ചാത്തലമുണ്ട്. തിരുവനന്തപുരം അടക്കമുള്ള പല സ്ഥലങ്ങളിൽ തിരുവനന്തപുരത്ത് സതീശന്റെ യാത്രയുടെ ഓഫീസിന്റെ നേരെ അക്രമമുണ്ടായി. ഇന്നലെ രാത്രി വൈകി കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളൊക്കെ ഇറങ്ങിയുള്ള പ്രതിഷേധം തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. K മുരളീധരനടക്കം ഇതിന് നേതൃത്വം നൽകുന്ന സാഹചര്യമുണ്ടായി. സംസ്ഥാന വ്യാപകമായി CPMന്റെ പ്രതിഷേധ പരിപാടികൾ ഇന്നലെ രാത്രിയിൽ ഉടനീളമുണ്ടായിരുന്നു. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇപ്പോൾ ഈ പ്രവർത്തകർക്ക് നേരെ ചുമത്തിയ പശ്ചാത്തലം ഏറെ നിർണായകമാണ്. അത്തരത്തിൽ വലിയ സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് ഇത്തരത്തിൽ മന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം, അത് പിന്നെ അക്രമത്തിലേക്ക് കലാശിക്കുക, പിന്നീട് അത് പരിക്കേറ്റ് മന്ത്രി ICUവിൽ കിടക്കുക എന്നുള്ളത് അത്ര അപ്രതീക്ഷിതമായ സംഭവമാണ്, അപൂർവമായ സംഭവമാണ്. ഏതായാലും അത് ഒരു പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വീണ ജോർജിനെതിരെ സംസ്ഥാനത്തെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നടക്കുന്ന ചികിത്സാ അനാസ്ഥയ്ക്കെതിരെയുള്ള പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് കണ്ണൂരിലെ പ്രതിഷേധം അതിരുവിടുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടത്. അത് CPM ഏറ്റെടുത്തിരിക്കുന്നു. പ്രതിരോധിക്കാൻ CPM ഇറങ്ങിയിരിക്കുന്നു. കാണുന്ന ദൃശ്യങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ യാത്രകൾ, സതീശന്റെ യാത്രകളുടെ ഫ്ലക്സുകൾ നശിപ്പിക്കുന്നു. കോൺഗ്രസിന്റെ പതാകകൾ തീയിടുന്ന സാഹചര്യമുണ്ടാകുന്നു. അങ്ങനെ അക്രമം ഒപ്പം പ്രതിരോധമൊക്കെയായി ഈ വിഷയം അങ്ങനെ കത്തിപ്പടരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. സുമേഷ് മൊറാഴ വിവരങ്ങളുമായി ചേരും. സുമേഷ്, ഇന്നലെ രാത്രിയിൽ ഉടനീളം വലിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തു കണ്ണൂരിൽ എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ സാഹചര്യം? പോലീസൊക്കെ വലിയ ജാഗ്രതയിലായിരിക്കും. വീണ ജോർജിന്റെ ആരോഗ്യനില സംബന്ധിച്ച് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രഞ്ജിത്ത്, മന്ത്രിയെ ആക്രമിച്ചതിന് പിന്നാലെ ഇന്നലെ ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിൽ അക്രമ പരമ്പരകൾ ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ 5 KSU പ്രവർത്തകർ ഇപ്പോൾ റിമാൻഡിലാണ്. അതിൽ വധശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് MC അബ്ദുൽ ഉൾപ്പെടെ 5 പ്രവർത്തകരാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. ഇവർക്കെതിരെ 11 വകുപ്പുകൾ ചേർത്ത് എന്നാണ് FIR പറയുന്നത്. രാത്രി 2 മണിയോടെ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കുകയും പുലർച്ചെ 4 മണിക്ക് ഇവരെ സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ആദ്യം ടൗൺ പോലീസാണ് ഇന്നലെ ഇവരെ കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് റെയിൽവേ പോലീസിന് കൈമാറുകയുമായിരുന്നു. അങ്ങനെ റെയിൽവേ പോലീസാണ് ഇവർക്കെതിരെ 11 വകുപ്പുകൾ ചേർത്തത്. അതിൽ FIR പറയുന്നത് മന്ത്രിയെ കൊല്ലാനുള്ള ലക്ഷ്യത്തോടു കൂടി ആയുധം ഉപയോഗിച്ച് കഴുത്തിന് മുറിവേൽപ്പിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ FIR പരാമർശിച്ചിരിക്കുന്നത്. പിന്നീട് യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും ഇന്നലെ കണ്ണൂരിലുണ്ടായിരുന്നു. അതിനിടയിൽ ഈ മന്ത്രിയുടെ വാഹനത്തിലെ ഫ്ലാഗ് പോസ്റ്റ് തകർത്തു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് ഈ 6 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. ഇവരും ഇപ്പോൾ റിമാൻഡിലാണ്. തുടർന്ന് ഇന്നലെ രാത്രി ഈ കോടേരി പാറായിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്
തീയിടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഫയർഫോഴ്സ് എത്തിയാണ് ഈ ഓഫീസിന്റെ തീ അണച്ചത്. ഏതായാലും ജില്ലയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിലും ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ളത്. ഏതായാലും മന്ത്രിയെ ഈ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി രാത്രി 9 മണിയോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ പോലീസിന് കനത്ത ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പോലീസിന് നൽകിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകൾക്ക് കാവൽ ഏതായാലും നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത്ത, ഈ മന്ത്രി ഇപ്പോൾ വിദഗ്ധ ചികിത്സയിലാണ്. ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സുമേഷ്, ഇന്നലെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ പുറത്തു വന്നിരുന്നു. മന്ത്രിക്ക് വിദഗ്ധ പരിശോധന വേണമെന്ന് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. നമുക്കറിയാം, MRI സ്കാനിംഗ് ഉൾപ്പെടെ നടത്തി ആവശ്യമായ ചികിത്സ നൽകാൻ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മന്ത്രിയെ മാറ്റിയിട്ടുണ്ട്. ആദ്യം കണ്ണൂർ ജില്ലാ ആശുപത്രിയിലായിരുന്നു. 5.5 മണിക്കൂറിലേറെയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ മന്ത്രി കഴിഞ്ഞത്. അതിനുശേഷം രാത്രി കൂടുതൽ പരിശോധനകൾക്കായാണ് പരിയാരത്തേക്ക് മാറ്റിയത്. അപ്പോൾ ഇന്നിപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അത്തരം നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ? കൂടാതെ വിവിധ മന്ത്രിമാരടക്കം VIP-കൾ മന്ത്രിയെ സന്ദർശിക്കാനായി എത്തുന്നുമുണ്ടെന്ന് കരുതാം. തീർച്ചയായും രഞ്ജിത്ത്, ഇന്നലെ വൈകിട്ട് ഏകദേശം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 5.5 മണിക്കൂറിലേറെ ജില്ലാ ആശുപത്രിയിൽ മന്ത്രിയെ പരിശോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ വിദഗ്ധ പരിശോധന ആവശ്യമുണ്ട് എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. CT സ്കാൻ ഉൾപ്പെടെ മന്ത്രിക്ക് ആവശ്യമുണ്ട്. അതിനുൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഇപ്പൊ നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഉണ്ട്. അപ്പോൾ അത് അത്തരം അത്തരം സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത്. ഏതായാലും വിദഗ്ധ സംഘം ഇന്ന് രാവിലോടുകൂടി മന്ത്രിയെ പരിശോധിക്കുന്ന രീതി ഉണ്ടാവും. ഏതായാലും ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം കഴുത്തിന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മെഡിക്കൽ ബുള്ളറ്റിനും പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അത്തരം പരിശോധനകളൊക്കെ പൂർത്തീകരിച്ച് വേണം ഇനി മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഡോക്ടേഴ്സിനെ കടക്കുന്നതിന് വേണ്ടി. ഏതായാലും മന്ത്രിയുടെ ആരോഗ്യനിലയിൽ ഇപ്പൊ മറ്റുള്ള പ്രയാസങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. മന്ത്രി ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഉള്ളത്. അവിടെ വിദഗ്ധ ചികിത്സയുണ്ടാകും. MRI സ്കാൻ അടക്കം നടത്തും. അതിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. ഏതായാലും തീവ്രപരിചരണ വിഭാഗത്തിൽ മന്ത്രി ഇന്നലെ 5 മണിക്കൂറോളം ചികിത്സയിൽ കഴിഞ്ഞു. അതിനുശേഷമാണ് ആശുപത്രി മാറ്റുന്ന പശ്ചാത്തലം ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരേണ്ടതുണ്ട്. KSU പ്രവർത്തകർ റിമാൻഡിലാണ്. ഒപ്പം യൂത്ത് ലീഗ് പ്രവർത്തകരും ഇതുമായി ബന്ധപ്പെട്ട റിമാൻഡിൽ കഴിയുന്ന പശ്ചാത്തലമുണ്ട്. വിവിധ വകുപ്പുകൾ ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അപൂർവമായി നടക്കുന്ന ഒരു അക്രമ സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഗതി തന്നെ ഒരുപക്ഷേ നമുക്കറിയാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സർക്കാർ വിവിധ ആരോപണങ്ങളുടെ നിഴലിൽ കൂടിയാണ്. ഡേറ്റ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളുണ്ട്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ വലിയ അനാസ്ഥയുണ്ട്. ഇതിൻ്റെയൊക്കെ ഗതി മാറ്റിവിടുന്ന വിധത്തിലുള്ള ഒരു സംഭവമായി ഇത് മാറുന്ന ഒരു പശ്ചാത്തലം കൂടി കാണുന്നുണ്ട്. ഏതായാലും അന്വേഷണം വരണം. എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ട സാഹചര്യമുണ്ട്. സുമേഷ് മോറാഴയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.